നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. UK അധ്യാപകരാകുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അധ്യാപകർ എന്ന് പറയുമ്പോൾ QTS ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസോടെ തന്നെ അധ്യാപകരാകുവാൻ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുമൊക്കെ അധ്യാപകരാകുവാനുള്ള ഒരു നല്ല അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഒരു ബേസിക് ഡിഗ്രി ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരമാണ്. അതും ജോലിയിലേക്ക് എത്തിയാൽ സ്റ്റാർട്ടിങ് ഒരു 39 lakh പെർ ആനം വരെ ശമ്പളത്തിൽ അധ്യാപകരാകുവാനായിട്ടുള്ള ഈ ഒരു അവസരം, അത് ഒരു എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്ന ഇതേപോലെയുള്ള കരിയർ അവസരങ്ങൾ, ഇന്ത്യയിലും വിദേശത്തുമുള്ളത്, തൊഴിലവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഈ ഒരു അവസരം മനസ്സിലാക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ UK ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസോടുകൂടി അധ്യാപകരാകുവാനുള്ള ഈ ഒരു അവസരം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മഞ്ജു അശോക്. ഏതാണ്ട് ഈ സ്റ്റഡി അബ്രോഡ് മേഖലയിൽ ഒരു 25 years എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്ന് മാത്രവുമല്ല, ഈ നമ്മുടെ എറണാകുളത്ത് മഹാരാജാസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റുള്ള സ്റ്റഡി ഓ ക്ലോക്ക് എന്ന സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ളതാണ്. അപ്പം മഞ്ജു, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു സർ. മുമ്പ് ഒരു ദുബായിൽ പഠനത്തോടൊപ്പം ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനുള്ള ഒരു അവസരം, അത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മഞ്ജു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണും വീഡിയോ ഡിസ്ക്രിപ്ഷനും നൽകിയേക്കാം. ആ ഒരു അവസരം താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ UK അധ്യാപകരാകുവാനായിട്ടുള്ള ഈ ഒരു അവസരം, അത് ഒത്തിരി പേർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി? ഇത് ഒരു സ്റ്റഡി പ്രോഗ്രാം ആണ്. ഓക്കെ. PGCE എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ. 2 വർഷത്തെ പ്രോഗ്രാം ആണ്. ഓക്കെ. ഇതിലൂടെ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് നേടാൻ പറ്റും. അപ്പം UK പോയിട്ട് ഒരു 2 year സ്റ്റഡി പ്രോഗ്രാം എടുത്താണ് ഈ അധ്യാപക അവസരത്തിലേക്ക് എത്താനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഒന്ന് സൂചിപ്പിക്കാം. ഇത് ഇവിടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വേറെ എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ? ഉണ്ട്. ഇതിന് IELTS 7 വേണം. IELTS 7 കൂടി വേണം. അതെ. ഓക്കെ. അപ്പോൾ ഈ PGCE ഈ ഒരു പ്രോഗ്രാം, ഇതിനകത്ത് എന്തായിരിക്കും നമ്മൾ പഠിക്കുക UK പോയാൽ? ഇത് 2 തരത്തിലാണ് ഈ പ്രോഗ്രാം വരുന്നത്. പ്രൈമറി PGCE പ്രൈമറി QTS, PGCE സെക്കൻഡറി QTS. ഓക്കെ. പ്രൈമറി QTS എന്ന് പറയുന്നത് 5 തൊട്ട് 11 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനും, ഓക്കെ. സെക്കൻഡറി QTS എന്ന് പറയുന്നത് 11 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം ആണ്. ഓക്കെ. അപ്പോൾ ഈ 2 year എന്തൊക്കെയായിരിക്കും കരിക്കുലം, അങ്ങനത്തെ ഡീറ്റെയിൽസ് വരുന്നത്? തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുന്നു. ശരി. പ്ലസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ട്രെയിനിങ് എടുക്കുന്നു. സെക്കൻഡ് ഇയർ അവര് കംപ്ലീറ്റ് ആയിട്ട് UK സ്കൂൾസിൽ പഠിപ്പിക്കുന്നു. അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടുന്നത്. ദേ ആർ ബിക്കമിങ് റെഡി ടു ഗെറ്റ് ഇൻ ടു എ ടീച്ചർ 2 വർഷം കഴിയുമ്പോൾ. ഓക്കെ. അപ്പം ഈ ഒരു കോഴ്സിന് എന്ത് എക്സ്പെൻസ് ഒക്കെ വരുമായിരിക്കും ഇത് പഠിക്കാൻ? ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് ഒരു വർഷത്തേക്ക് 19,000 pounds ആണ്. Which is equivalent to around 21-23 lakhs Indian rupees. Universities 4 to 5,000 GBP വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 16 to 17 lakh ആണ് ഒരു വർഷം. അപ്പോൾ 2 year എന്ന് പറയുമ്പോൾ ഒരു 30 lakh അറൗണ്ട്, അല്ലേ? അല്ലെ അതിന് അല്പം മുകളിലേക്ക് വരും. അപ്പോൾ ഈ 30,000 ഞാൻ സ്പെൻഡ് ചെയ്ത് UK പോയിട്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് അഷ്യൂർഡ് ആണോ? ഇത് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് UK ഷോർട്ടേജ് സ്കിൽ ഒക്യുപ്പേഷനിൽ വരുന്ന ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഈ പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ജോബ് അഷ്വേർഡ് പ്രോഗ്രാം എന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് ദേ ക്യാൻ വെരി ക്വിക്ലി ഗെറ്റ് ഇൻ ടു എ സ്കിൽഡ് വർക്ക് വിസ. ഓക്കെ. അപ്പം എന്ത് ഒരു പോസ്റ്റിലേക്കായിരിക്കും ഇത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിന്റഡ് ആവുക? ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് ആയിട്ടാണ് അപ്പോയിന്റ് ആവുന്നത്. ഇപ്പോൾ ഒരു ഫ്രഷേഴ്സിന് ഇതിന് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 31,650 pounds, which is equivalent to again
38-39 lakh Indian rupees. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോൾ അതിനകത്തൊരു കരിയർ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും? സ്റ്റാർട്ടിങ് ആസ് എ ഒരു 39 ലാഖിൽ ചെയ്താൽ മേളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിന്റെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ബിഗിനിങ് പറഞ്ഞ പോലെ ഒരു 39 lakh സാലറിയിൽ വരുന്നു. ഒരു വിത്തിൻ 4 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഗോ ഓൺ ടു ഗെറ്റ് 45 lakh സാലറി. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ സീനിയർ ടീച്ചർ അല്ലെങ്കിൽ ഹെഡ് ടീച്ചർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനത്തെ പൊസിഷൻസിലേക്ക് വരുമ്പോൾ ഇറ്റ് ഗോസ് അപ് ടു 1 CR. ഇപ്പോൾ 1 CR വരെ സാലറിയിലേക്ക് എത്താനുള്ള അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. UK-ലെ അധ്യാപകരാകാൻ മാത്രമേ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉപകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല, ഇത് UK-ൽ മാത്രമല്ല, ബ്രിട്ടീഷ് കരിക്കുലം റൺ ചെയ്യുന്ന ലോകത്ത് ഏത് സ്കൂളിലാണെങ്കിലും ഈ ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. വേൾഡ് വൈഡ് എനി സ്കൂൾ വിച്ച് റൺസ് ദ ബ്രിട്ടീഷ് കരിക്കുലം ദേ കാൻ ടീച്ച് ഇൻ. അപ്പോൾ ആ അവസരങ്ങളിലേക്കെല്ലാം എത്താനായിട്ട് കഴിയും. ഓക്കെ. ഈ UK-ൽ ഒരു ടീച്ചർ എന്ന നിലയിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുക? മറ്റു പ്രൊഫഷൻസിൽ ഇല്ലാത്ത ബെനിഫിറ്റ് ഈ പ്രൊഫഷന് വരുന്നത് പെൻഷൻ സ്കീമിന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ സ്കൂൾ ഹോളിഡേസ് എല്ലാം ഇവർക്കും ഹോളിഡേസ്. ഞങ്ങൾ അധ്യാപകർക്കുള്ള ഒരു സ്പെഷ്യൽ ഇതാണ് അല്ലേ, വർക്ക് ലൈഫ് ബാലൻസ്. കൂടുതൽ അവധികൾ കിട്ടും അല്ലേ, അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ഓക്കെ റൈറ്റ്. ഓക്കെ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഡെഡ് ലൈൻസ് ഉണ്ടോ അപ്ലൈ ചെയ്യാനായിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതിന് ഡെഡ് ലൈൻ വരുന്നത് ഏപ്രിൽ 30 ഓക്കെ. സെപ്റ്റംബർ 2026 ഇതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഈ ഏപ്രിൽ 30 അവർ ക്ലോസ് ചെയ്യണം. ഇതൊരു പുതിയ പ്രോഗ്രാം ആണോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു, ഒരു ന്യൂ പ്രോഗ്രാം ലോഞ്ച് അല്ല. ഇന്റർനാഷണൽ സ്റ്റുഡൻസിലേക്ക് ഇത് എത്തി തുടങ്ങിയത്. നേരത്തെ UK സ്റ്റുഡൻസിനൊക്കെ റിസർവ്ഡ് ആയിരുന്നു അല്ലേ, ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ. ഓക്കെ. അപ്പം ഏപ്രിൽ 30 ഡെഡ് ലൈൻ. അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും അതൊന്ന് സൂചിപ്പിക്കാമോ? ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നോർമലി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് UK ഗവൺമെന്റ് സൈറ്റ് വഴിയാണ്. അപ്പൊ ഗവൺമെന്റ് സൈറ്റിൽ നമ്മൾ ആദ്യം അതിന്റെ ഫോം സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു ഗോ ഹെഡ് യൂണിവേഴ്സിറ്റി തന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പൊ ആദ്യം ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ കിട്ടണം, എന്നിട്ട് വേണം. അപ്പൊ ഇതൊക്കെ സ്റ്റുഡൻസിന് എങ്ങനെയായിരിക്കും അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ സ്റ്റഡി ഓ ക്ലോക്ക് ഇതിന്റെ കംപ്ലീറ്റ് ജേർണി ടേക്ക് കെയർ ചെയ്യും. അതായത് റൈറ്റ് ഫ്രം ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം അപ്ലൈ ചെയ്യാൻ എന്ന് തുടങ്ങി അതിന്റെ ആപ്ലിക്കേഷൻ, ഓഫർ ലെറ്റർ, അതിന്റെ വിസ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പൊ അതിനെന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടോ? സ്റ്റഡി ഓ ക്ലോക്കിന്റെ എല്ലാ സർവീസസും ഫ്രീ ആണ്. റൈറ്റ് റൈറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സ്റ്റഡി ഓ ക്ലോക്ക് ഈ ഒരു സ്ഥാപനത്തെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? അതെ. സ്റ്റഡി ഓ ക്ലോക്ക് ഇവിടെ കൊച്ചിയിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് സ്റ്റഡി ഓ ക്ലോക്കിന് ഒരു ഓഫീസ് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്ന ഫീൽഡിലാണ്. ഞാനൊരു 25 years ആയിട്ട് ഈ സ്റ്റഡി അബ്രോഡിൽ തന്നെയാണ്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് ആയിരുന്നു. അപ്പോൾ ഈ ഫീൽഡ് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളുടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് സ്ക്രാച്ച് തുടങ്ങി അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഡോക്യുമെന്റേഷൻ തുടങ്ങി അവരുടെ ആപ്ലിക്കേഷൻ, ഓഫർ ലെറ്റർ, വിസ, എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ഒരു ദുബായ് ഓപ്പർച്യൂണിറ്റി ചെയ്തിരുന്നു. ഇതിപ്പോ UK. അപ്പൊ ഈ 2 രാജ്യങ്ങളെ ഉള്ളോ അതോ എല്ലാ രാജ്യങ്ങളും? ഇല്ല, നമ്മള് മോസ്റ്റ്ലി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഓസ്ട്രേലിയ, UK, ദുബായ്, ജർമ്മനി, അയർലൻഡ്, പിന്നെ യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സർവീസസും കുട്ടികൾക്ക് ഫ്രീ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് UK-യിൽ ഒരു ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസിൽ അധ്യാപകരാകുവാൻ, അത് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ജോബ് അഷ്വേർഡ് ആയിട്ട് തന്നെ UK-യിൽ പഠിച്ച് ജോലി നേടുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് മഞ്ജുവിൽ നിന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഞ്ജുൻ അവരുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. സ്റ്റഡി ഓ ക്ലോക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നൽകുന്നു, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കുക. ആ ലിങ്കിൽ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അധ്യാപകരാകുവാൻ നിങ്ങൾ റിയലി താല്പര്യപ്പെടുന്നെങ്കിൽ ഇതൊരു വളരെ നല്ല അവസരമാണ്. ഏതാണ്ട് 39 lakh പെർ ആനമാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1 crore എന്നാണ് മഞ്ജു സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്.
ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.